പഠിക്കണമെന്ന ആഗ്രഹവുമായി പണ്ട് കാലം കൂടെ വെച്ച് ഹോക്കി കളിച്ചവരായിരിക്കും നമ്മളിൽ പലരും. അന്ന് ചുമ്മാ കളിച്ചതാണെങ്കിൽ സംഭവം ഇന്ന് കാര്യമായിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് അംബർല ഹോക്കിയെ കുറിച്ചിട്ടാണ്. ഈ ഒരു പുതിയ കായിക ഇനത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് അറിഞ്ഞു വരാം. എൻ്റെ പേര് അനഘ. ഞാൻ കണ്ണൂർ കൂത്തുപറമ്പാണ്. ഞാനൊരു കേരള ഹോക്കി പ്ലെയർ കൂടിയാണ്. ഞാൻ സീനിയർ നാഷണൽസ്, ജൂനിയർ നാഷണൽസ്, സബ് ജൂനിയർ, സ്കൂൾസ് മീറ്റ്, യൂണിവേഴ്സിറ്റി മീറ്റ് ഇങ്ങനെ ഒട്ടനവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എറണാകുളം സ്പോർട്സ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അംബർല ഹോക്കി എന്ന് പറയുന്നത് നമ്മൾ ഹോക്കിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അതായത് ഫോൾഡ് ആയിട്ടുള്ള കുട വെച്ചിട്ടാണ് നമ്മൾ അംബർല ഹോക്കി കളിക്കുന്നത്. ഇപ്പം നോർമൽ ഹോക്കി, അതായത് ഇപ്പോൾ ഒരു ഹോക്കി സ്റ്റിക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഹോക്കി സ്റ്റിക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു 2000 എബവ് റുപ്പീസിലാണ് നമുക്കൊരു ഹോക്കി സ്റ്റിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അംബർല ഹോക്കി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അംബർല നമുക്കത് ഡബിൾ യൂസാണ് അതിനെ കൊണ്ടുള്ളത്. എന്ന് പറയുന്നത് നമുക്കത് ഇപ്പം മഴ പെയ്യുമ്പം കുട ചൂടാനായിട്ടും, ഇപ്പോൾ ഈ അംബർല വെച്ചിട്ട് നമുക്കിപ്പം ഈ ഹോക്കി കളിക്കാനും പറ്റും. അതായത് നമ്മൾ നോർമൽ ഹോക്കി സ്റ്റിക്ക് പോലെ തന്നെ, ഇപ്പം അംബർലേനെ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നോർമൽ ഹോക്കി സ്റ്റിക്ക് പോലെ തന്നെയാണ് അതുണ്ടാവുക. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവരെ സ്പോർട്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ SMRIനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഇവരെന്നോട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടായത്. SMRI ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് പിന്നെ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായത്. നോർമൽ ഹോക്കിയിൽ ഉള്ള റൂൾസ് തന്നെയാണ്. അതിൽ നിന്ന് ഇപ്പം കോർട്ടിൻ്റെതും, അതായത് ഇപ്പം നോർമൽ ഹോക്കിയിൽ ഗോൾ കീപ്പർ ഉണ്ട്, എന്നാൽ ഇപ്പം അംബർല ഹോക്കിയിലാണെങ്കിൽ നമുക്ക് ഗോൾ കീപ്പർ ഇല്ല. അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ലെങ്ത്ത് വെടുത്ത്, അതുപോലെ തന്നെ കോർട്ടിൻ്റെ ലെങ്ത്ത് വെടുത്ത്, അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ നമ്പേഴ്സ്, അങ്ങനെയുള്ളതിൽ കുറേ വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ ഒരു ടീമിൽ 5 പേരെ ഉണ്ടാവുക. അതിൽ ഫീൽഡിൽ നമുക്ക് 3 പേരെ ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഗോൾ കീപ്പർ ഇല്ല. നമ്മുടെ പോസ്റ്റിൻ്റെ ലെങ്ത്തും വെടുത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് 1 മീറ്ററും വെടുത്ത് 1.5 മീറ്ററുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ അതായത് ഒപ്പോണൻറ്റ് ടീമിലും 3 പേരുണ്ടാവും, ഇപ്പുറത്ത് 3 പേരുണ്ടാവും. അപ്പോൾ ഈ 3 പേരും കൂടെ കളിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡി ഉണ്ടാവും, അതായത് സ്ട്രൈക്കിങ്ങിൻ്റെ ഒരു ഡി സർക്കിൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് സ്കോറായിട്ട് കണക്ക് കൂട്ടുള്ളൂ. അതിൻ്റെ പുറത്ത് നിന്ന് പോസ്റ്റിലേക്ക് ബോൾ കടന്നു കഴിഞ്ഞാൽ അത് ഗോളായിട്ട് കണക്കാക്കില്ല. ഇങ്ങനൊരു ഇതുണ്ടാവുമ്പം നമുക്ക് ഇഞ്ചുറീസിൻ്റെ കാര്യങ്ങളും, ഇപ്പം നോർമൽ ഹോക്കിയിൽ നമുക്കിപ്പം ഇഞ്ചുറീസ് ഉണ്ടാവും. അതായത് അതിൻ്റെ ബോളിൻ്റെ വെയിറ്റ് കാരണം നമുക്കിപ്പോൾ അത് ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ വേദനിക്കും. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ബോള് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരുപാട് റൂൾസ് വെച്ചിട്ട്, അതായത് നമുക്കിപ്പോൾ എവിടെ വെച്ചിട്ടും കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളിപ്പോൾ ഒരു ഈ അംബർല ഹോക്കി കൊണ്ടുവരുന്നത് തന്നെ നമ്മൾ ഹോക്കിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ആരോടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ PR ശ്രീജേഷ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉള്ള ഇന്ത്യൻ ഗോൾ കീപ്പറാണ്. അതായത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ശ്രീജേഷ് ഏട്ടൻ. അപ്പോൾ നമ്മളിപ്പം ആരോടെങ്കിലും ചെന്നിട്ട് PR ശ്രീജേഷ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാത്തൊരവസ്ഥയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹോക്കിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ലോ കോസ്റ്റിൽ കുറച്ചുകൂടി നന്നായിട്ട് ഹോക്കിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. ഈ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ SMRIനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓരോ റൂൾസും ഇങ്ങനെ ഉണ്ടാക്കുന്നതനുസരിച്ച് നമ്മൾ സാറിനോട് സംസാരിച്ച്, സാറാണ്, അതായത് സിജിൻ സാർ ഇവിടുത്തെ ഫൗണ്ടറാണ്. അപ്പോൾ സാറാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായത്. ഓക്കെ, അങ്ങനെ പോവാന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ടായത് സാറാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു റൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അംബർല വെച്ചിട്ട് നമുക്ക് വലിയ റൂളൊന്നും അങ്ങനെ നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇഞ്ചുറീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസ്, പിന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിപ്പോൾ ലെഗ്സ് ആവുന്നത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ ബോൾ റേസ് ആയിട്ട് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. ഇപ്പം നമ്മൾ അതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പം ജനുവരി 12-നാണ് ഫസ്റ്റ് മാച്ച് ഉള്ളത്. ഇത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. കാരണം നമുക്ക് ഈ ഹോക്കി എന്ന് പറയുന്ന ഇത് നമ്മുടെ ഒരു നാഷണൽ ഗെയിമാണ്. എന്നാൽ ഇന്ന് ആ നാഷണൽ ഗെയിമിനെ ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. ഇപ്പം PSC പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാഷണൽ ഗെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഹോക്കി എന്ന് പറയുന്നത് അല്ലാതെ കണ്ട് ഹോക്കി എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എന്നാൽ വരും കാലങ്ങളിൽ കുറച്ചുകൂടി ഇപ്പം എല്ലാവരും അംബർല യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഹോക്കി കളിച്ച് അപ്പോൾ അവർക്ക് അതിൻ്റെ റൂൾസും കാര്യങ്ങളും മനസ്സിലാവും, ഇങ്ങനെയാണെന്നുള്ളതും മനസ്സിലാവും. അങ്ങനെ എൻ്റെ ഒരു വ്യൂവിൽ നോക്കുവാണെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേര് റസീന ഇക്ബാൽ. ഞാൻ SMRI സ്പോർട്സ് സ്കൂളിൻ്റെ ഓപ്പറേഷൻ ഹെഡാണ്.
സോ നമ്മുടെ ഒരു പ്രൊജക്റ്റാണ് കോളേജ് സ്പോർട്സ് ലീഗ് എന്ന് പറയുന്നത്. സോ അമേരിക്കൻ മോഡൽ കോളേജ് സ്പോർട്സ് ലീഗാണ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ നെയിം ഈസ് ഇന്ത്യൻ കോളേജ് സ്പോർട്സ് ലീഗ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തുടക്കം നമ്മൾ ഈ പ്രൊജക്റ്റിന് പറഞ്ഞപ്പോൾ തുടക്കമായിട്ട് വന്നത് നമ്മുടെ ഹോളി ഗ്രേസ് കോളേജും അതേപോലെ ഇപ്പോൾ ഉള്ളത് നമ്മൾ എസ് എം ആർ ഐയും കൂടിയിട്ടുള്ള ഒരു ലീഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അത് അംബർല ഹോക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വൈ അംബർല ഹോക്കി എന്ന് പറയുമ്പോൾ എന്താണ് അംബർല ഹോക്കി എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. വാട്ട് ഈസ് ലൈക്ക് ഹോക്കി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ബട്ട് അംബർല ഹോക്കി കേട്ടിട്ടുണ്ടാവില്ല. സോ വൈ വി സ്റ്റാർട്ടഡ് വിത്ത് അംബർല ഹോക്കി ഈസ് ലൈക്ക് ഇപ്പോൾ ഫുട്ബോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓരോ കോളേജിന് ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സോ ഉണ്ടാവില്ല. സോ അംബർല ഹോക്കി എന്ന് പറയുന്ന ഗെയിം ഈസ് ലൈക്ക് വെരി സിമ്പിൾ, ആർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. സോ അംബർല വെച്ചിട്ട് നമ്മൾ ഹോക്കി ചെയ്യുന്ന പോലെ വെയ്റ്റ്ലെസ് ബോളായിട്ടായിരിക്കും നമ്മൾ കളിക്കുന്നുണ്ടാവുക. സോ ഇത് കളിക്കാൻ പ്രത്യേകിച്ച് ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് കോളേജിലൊരു ഓഡിറ്റോറിയം, എപ്പോഴും എല്ലായിടത്തും ഓഡിറ്റോറിയം ഉണ്ടാകും, പല സർഫസിനും നമുക്ക് കളിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അംബർല ഹോക്കി എടുത്തത്. സോ ഇതിൻ്റെ ലീഗാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അമേരിക്കൻ മോഡൽ കോളേജ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് യെയിൽ യൂണിവേഴ്സിറ്റി അതേപോലെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് 1844 അവർ സ്റ്റാർട്ട് ചെയ്തത് വിത്ത് എ ബോട്ട് റേസിംഗ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടതിൻ്റെ ശേഷം അവിടുത്തെ സ്റ്റുഡൻസാണ് ഇത് ബിൽഡപ്പ് ചെയ്ത് ഈ ലീഗ് മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ആ ഒരു കൾച്ചർ നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് കുറേ തീരുമാനങ്ങളെടുത്ത് കുറേ കോളേജസിനെ അപ്രോച്ച് ചെയ്ത്, പക്ഷേ കുറേ കോളേജസ് അതിന് എന്താ പറയുക ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നില്ല. കാരണം അവർക്കതൊരു വർക്ക് ലോഡ് കൂടുന്ന പോലെ, കാരണം ഓൾറെഡി ഇൻ്റർ കോളേജിയറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നടക്കുമ്പോൾ ഇതിൽ അവർക്ക് വർക്ക് ലോഡായി, റെസ്പോൺസിബിലിറ്റീസ് കൂടി. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവർ മാക്സിമം ഇത് വേണ്ട, ഇതെന്താണെന്നുള്ള സംഭവം അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ അമേരിക്കൻ മോഡൽ കോളേജ് സ്പോർട്സ് നമ്മൾ ഇവിടെ നാട്ടിലോട്ട് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആരും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടില്ല. സോ അമേരിക്കയിൽ അവരുടെ ഒരു റവന്യൂ ജനറേഷൻ സ്പോർട്സിൽ അത്രത്തോളം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്കൻ മോഡൽ കോളേജ് സ്പോർട്സ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, പല യൂണിവേഴ്സിറ്റികളിലും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ഇന്ത്യക്കാർ മനസ്സിലാക്കാൻ തയ്യാറില്ല. പക്ഷെ അത് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മളടുത്ത് വന്നത് ഹോളി ഗ്രേസ് കോളേജാണ്, മാളയിലുള്ള തൃശ്ശൂരുള്ള. സോ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസ് യെയിലും ഹാർഡ്വേർഡിൻ്റെ ടീഷർട്സ് ഒക്കെ ഇപ്പോൾ നമ്മളെ ഇതിൽ ക്ലോത്തിങ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇടുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവുന്നില്ല അത് എന്തിൻ്റെതാണ്, ലൈക്ക് വാട്ട് ഈസ് ദാറ്റ് എന്ന് അവർക്ക് ആർക്കും മനസ്സിലാവില്ല. ബട്ട് അതെന്ന് പറയുന്ന ഒരു സ്പോർട്ടിംഗ് ബ്രാൻഡായി മാറി. യെയിലും ഹാർഡ്വേർഡ് ഒരു സ്പോർട്ടിംഗ് ബ്രാൻഡായി മാറി. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ ഇടുമ്പോൾ അതെന്തോ പുറത്തത്തെ ഏതോ കോളേജ് സ്പോർട്സിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഒന്നും അറിയുന്നുണ്ടാവില്ല, ഇതൊരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ടീഷർട്ട്. പക്ഷെ അതൊരു ബ്രാൻഡായി മാറിയതിന് ശേഷമാണ് അത് ക്ലോത്തിങ് സ്റ്റോറിൽ വരെ വരുന്നത്. സോ നാളെ നമ്മുടെ ഇന്ത്യയുടെ ഓരോ കോളേജ് ടീമിൻ്റെയും ഇങ്ങനെ ബ്രാൻഡിങ് ആയിട്ട് പുറത്തോട്ട് വരുമ്പോൾ അതിന് വാല്യൂ കൂടും. സോ അത് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇതാക്കുന്നത്. അതേപോലെ ഗെയിം ഡേയ്സ് നമുക്ക് മാക്സിമം ഗെയിം, ഇപ്പം എന്തുകൊണ്ട് ഇന്ത്യക്കാർ എന്തുകൊണ്ട് ഫിഫ കളിക്കാൻ എത്തുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സ്പോർട്സ് മേഖലയിൽ വളരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാച്ചസ് നടക്കുന്നില്ല, അവർക്ക് മാച്ച് എക്സ്പീരിയൻസ് ഇല്ല. ആകെ 2-3 കളികൾ കോളേജിൽ നടക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തോ കുട്ടികൾ കളിക്കുന്ന, അങ്ങനെ അവർക്ക് മാച്ച് എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ, അല്ലാതെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നില്ല. സോ ഇങ്ങനെ ഒരു കോളേജ് സ്പോർട്സ് ലീഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 365 ഡേയ്സും അവർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ലൈക്ക് IPL and ISL ഒക്കെ പോലെ തന്നെ നമ്മൾ കോളേജ് ലീഗാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ IPL-ഉം ISL-ഉം നമ്മളിപ്പോൾ ആ കപ്പിൻ്റെതും ഇതൊക്കെ ആയിട്ട് നമ്മൾ ആ 365 ഡേയ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ വിത്ത് സൊസൈറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ കോളേജ് സ്പോർട്സ് ലീഗ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇന്ത്യൻ കോളേജ് സ്പോർട്സ് ലീഗ് എന്ന് പറയുന്നത്.